മിസ്റ്റർ ജെ ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീസ്റ്റോറേഷൻ പ്ലസ് ഒരു ആംപ്ലിഫയർ അസംബ്ലിങ് ആണ്. അപ്പോൾ ഇത് അക്കായുടെ ഒരു പ്രീ ആംപ്ലിഫയർ ഡെക്ക് ക്യാബിനാണ്. ഡെക്ക് ക്യാബിനല്ല, ആക്ച്വലി ഒരു ഡെക്കാണ്. പക്ഷേ ഇത് വർക്കിംഗ് കണ്ടീഷനല്ല, എന്തൊക്കെയോ ഒരു വലിയ കംപ്ലയിൻറ്റുകളുണ്ട്. അപ്പോൾ CS-M02 എന്ന് പറയുന്ന സ്റ്റീരിയോ കാസറ്റ് ഡെക്ക് പ്രീ ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ആംപ്ലിഫയർ സെക്ഷൻ ഇല്ല. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രവീൺ ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു STK ആംപ്ലിഫയർ, അതും ഒരു കാസറ്റ് ഡെക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണ്. അപ്പം ആക്ച്വലി ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ കൂടിയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാക്സിമം പറഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് ലെങ്തി ആക്കാതെ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാസറ്റ് ഡെക്ക് റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കാസറ്റ് മെക്കാനിസം വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല, ഒരുപാട് കംപ്ലയിൻറ്റുകളുണ്ട്. അപ്പം ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റീരിയോ ഡെക്ക് എങ്ങനെ വളരെ ബഡ്ജറ്റിൽ ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും, ഇത് ജപ്പാൻ മെയ്ഡ് ക്യാബിനാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ ക്യാബിനിൽ തന്നെ ഉണ്ട്. നല്ല സൈസ്, നല്ല ക്വാളിറ്റിയുള്ള ഹാർഡായിട്ടുള്ള മെറ്റൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാബിനാണ്. ഇതിലുള്ളൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൺട്രോൾ നോബുകളൊക്കെ പിടിപ്പിക്കാൻ ഉള്ള ഹോൾസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു മെയിൻ വോളിയം, പിന്നെ ഒരു ഔട്ട്പുട്ട് ലെവൽ, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വോളിയം കൺട്രോൾ വരുന്നത്. മറ്റേത് റെക്കോർഡിംഗ് ലെവലിൽ ഒരു കൺട്രോളാണ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വർക്കുകളുണ്ട്. പിന്നെ ഒരു VU മീറ്റർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എറണാകുളം പള്ളിമുക്ക് ഫെൻഡ ഇലക്ട്രോണിക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു VU മീറ്ററാണ്, ഡിജിറ്റലായിട്ടുള്ള LED VU മീറ്റർ. അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫ്രെയിമൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് ലെങ്തി ആക്കുക. നമുക്ക് ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്ക്
ഈ വോളിയം കൺട്രോളിൻ്റെ നോബ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ചെറിയ പരിപാടി നോക്കി, പക്ഷേ അത് വർക്കൗട്ടായില്ല. നമുക്ക് അവിടെ തന്നെ അല്ലാണ്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് പവർ സ്വിച്ചും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ BT സെലക്ട് ചെയ്യുന്നൊരു സ്വിച്ചും പിടിപ്പിക്കാനായിട്ട് ഹോള് നമുക്ക് ഡ്രിൽ ചെയ്യാം. അതുപോലെ ഇവിടെ നമ്മളൊരു ഹോള് ഡ്രിൽ ചെയ്യാൻ വിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഹോള് ഡ്രിൽ ചെയ്യാം. പിന്നെ നമ്മളിവിടെ നമ്മളെ ബോർഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് വയറിങ് ഏകദേശം വയറിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. USB മൊഡ്യൂളെല്ലാം സെറ്റ് ചെയ്ത് എക്സ്ട്രാ BT ബോർഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് വയറിങ്ങിലൂടെയൊക്കെ ബാക്കിയുണ്ട്. ഇനി ഹോൾസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ പവർ സ്വിച്ച് ഫിറ്റ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ BT സെലക്ടർ സ്വിച്ച് ഫിറ്റ് ചെയ്തു, ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, അലിക്കുലത്തായിട്ട് കിടക്കുന്നത്. ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്തു, അതിൻ്റെ AC കൊടുത്തു. പവർ സപ്ലൈയുടെ പവർ സ്വിച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് പാനലിലായിട്ട് നമുക്ക് സ്പീക്കർ സോക്കറ്റ്, അതേപോലെ തന്നെ ഇവിടെ USB മൊഡ്യൂൾ നമ്മൾ USB ഇവിടെ വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ഒരു ഫ്രെയിം നമുക്കിവിടെ തട്ടും. ഈ USB സോക്കറ്റ് നമ്മളിവിടെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് തട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു മൊഡ്യൂൾ ഭാഗം ബാക്കിലായിട്ട് വെക്കാൻ ഉദ്ദേശിക്കും. അതിനുള്ള ഹോൾസ് എല്ലാം ഇടാം. ഒരു ലൈനിൽ 2 ഓക്സിൻ്റെ വരുന്നുണ്ട്, ഓക്സ് ഇൻ ഓക്സ് ഔട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടി കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ അല്ല, അതിൻ്റെ ഹോൾസ് എല്ലാം ഇടാം. ഈ ബാക്കി വരുന്ന അധികം വരുന്ന ഹോൾസ്, ഈ ഭാഗത്തെ ഹോൾസ് എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ ട്രാൻസ്ഫോമർ വരുന്ന ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് നൈസായിട്ട് അടയ്ക്കാം. ഈ ഭാഗം മിക്കവാറും നമ്മൾ അടയ്ക്കും. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പീക്കർ സോക്കറ്റ് പിടിപ്പിച്ചു, നമ്മുടെ USB മൊഡ്യൂൾ പിടിപ്പിച്ചു. അതുപോലെ തന്നെ ലൈൻ ഔട്ട്, അതായത് ഓക്സ് ഇന്ന്, അതുപോലെ തന്നെ ഇത് ലൈൻ ഔട്ടാണ്. പിന്നെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് കാർഡ്ബോർഡ് വെച്ച് മറച്ച് ചെയ്ത് ആവശ്യമില്ല, കാരണം അവിടെ ട്രാൻസ്ഫോമർ വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും വെക്കാനായിട്ട് പറ്റില്ല. ഇത്രയും ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു VU മീറ്റർ വരുന്നുണ്ട്. ആ VU മീറ്റർ നമ്മൾ ഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ പാനലിലാണ്. അപ്പോൾ ഇവിടെ ഒരു നമുക്കൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് VU മീറ്റർ പിടിപ്പിക്കണം. VU മീറ്റർ നമ്മൾ ഒരു ചെറിയൊരു പാനൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഇത് ഇരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് നമുക്ക് ആ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് നമ്മുടെ LED VU മീറ്റർ പിടിപ്പിക്കാനുള്ളൊരു ഫ്രെയിമാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഹോൾ ഇട്ടു. ഇനി ഇത് മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് പെയിൻ്റ് അടിക്കുക, കാരണം നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ പിടിപ്പിക്കുമ്പോൾ ആ വൈറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു സുഖം കാണില്ല. ബ്ലാക്ക് നമുക്ക് അടിക്കാനകത്ത്. അപ്പോൾ നമ്മൾ VU മീറ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു ഭാഗം ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വയറിംഗ് വർക്ക് കൂടി ഉണ്ട്. അതായത് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ലൈൻ ആംപ്ലിഫയറിലേക്ക് എന്ത് ഇൻപുട്ടാണോ വരുന്നത് അത് നമ്മൾ ഇതിലേക്കാണ് വരുന്നത്. അതിൻ്റെ കണക്ഷൻ 12 വോൾട്ട് സപ്ലൈ. 12 വോൾട്ട് സപ്ലൈ നമുക്ക് നമ്മുടെ പറയുന്നത് എന്തിനായിരുന്നു, നമ്മുടെ LED ബൾബിന് കൊടുക്കാനുണ്ട്. നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എക്സ്ട്രാ BTക്കും 12 വോൾട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ വോളിയം കൺട്രോളർ പിടിപ്പിച്ചിട്ടുണ്ട്. ബേസ് ട്രിപ്പിൾ ബാലൻസ്, മെയിൻ വോളിയം, അതിൻ്റെ നോബ് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇത് പവറിൻ്റെ സ്വിച്ച്, ഇത് എക്സ്ട്രാ BT സെലക്ടർ സ്വിച്ച് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പവർ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. 12 വോൾട്ട് സപ്ലൈ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആമ്പ് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കാണാൻ പറ്റും. VU മീറ്ററൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി VU മീറ്ററാണ്. ഇവിടെ നമ്മുടെ ബാക്ക് പാനൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്പീക്കർ ചെക്ക് ചെയ്തു. സ്പീക്കർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ BT നമ്മൾ ടോൺ ചെയ്ത് വെച്ചു. നല്ല ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ബേസും ട്രിപ്പിളും നമ്മൾ ടോൺ ചെയ്ത് വെച്ചു. 2 ചാനലിലേക്കുള്ള രണ്ടും ഒരേ ബോക്സ് തന്നെയാണ് കൊടുത്ത് നമ്മൾ നോക്കിയത്. അപ്പം 2 ചാനലും ഒരേപോലെ നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാനുള്ള രീതിയിൽ ഈ ഒരു സ്വിച്ചിൽ നമുക്കത് വർക്ക് ചെയ്യിക്കും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ BT ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. എങ്കിൽ പോലും ബേസ് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബോർഡ് യൂസ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. VU മീറ്റർ എല്ലാം സെറ്റ് ചെയ്ത് വയറിംഗ് എല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനലിലൂടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ അതിൻ്റെ മുകളിലത്തെ ഒരു ക്യാബിൻ കവറോടെ അടയ്ക്കുക. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു പാനൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല, അതൊന്ന് സ്ക്രൂ ചെയ്ത് വെക്കുക.
അപ്പോഴത്തേനും നമ്മുടെ വർക്ക് കഴിയും. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ വർക്കും കഴിഞ്ഞു. ബാക്കി വന്ന ഹോളുകളെല്ലാം നമ്മൾ സ്റ്റിക്കർ വെച്ച് നൈസായിട്ട് അടച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആയിരുന്നു USB-യുടെ സോക്കറ്റ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു പാനൽ നമ്മളെ കൊണ്ടത് പറ്റിച്ചില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ബേസ്, ട്രിബിള്, ബാക്കി 2 ഹോളിൽ അടച്ച് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയും പാനൽ തട്ടുന്ന ഒരു ഭാഗമാണ്. ബാലൻസ് മെയിൻ വോളിയം കൺട്രോൾ. അപ്പോൾ ഈ ഒരു വോളിയം കൺട്രോൾ ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രവീൺ ചേട്ടൻ ഇതിൻ്റെ സിൽവർ കളറിലെ നോബ് തന്നെ വാങ്ങിച്ചിടും. നമ്മുടെ ഇവിടെ നമുക്ക് ഒരു സിൽവർ കളർ കിട്ടാനില്ല. ഉണ്ടായിരുന്നു, ഞാൻ ചെന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിടാറുണ്ട്. അതേപോലെ തന്നെ ഇത് കുറേ വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാട് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഇതും ഒന്ന് സിൽവറാക്കി കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ഭയങ്കര റഷായിട്ട് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തത്. പുള്ളി ഇന്ന് രാത്രി ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വർക്ക് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 വർക്കിങ് പെൻഡിങ്ങും കിടപ്പുണ്ട്. ഇത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്, പക്ഷേ നേരത്തെ ഇത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സംഭവം ഓണായിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയാണ്, നല്ല റൗണ്ട് ഷേപ്പാണ്. ഇത് ഫോണിൽ ഒരു ലെൻസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, ഒരു ക്യാമറയുടെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. പക്ഷേ സൂപ്പറാണ് കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പാട്ടിടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സെറ്റിനെ പറ്റി പറയാനായിട്ട്. AKAIയുടെ ഒരു ക്യാബിനിൽ നമ്മൾ ചെയ്തെടുത്തൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകളുടെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, മേക്കിംഗ് വീഡിയോസ്. അതുപോലെ ഉള്ള ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട്ട് ബന്ധപ്പെടുക. നമ്മൾ പറ്റുന്ന രീതിയിൽ ക്യാബിനിൽ ഈ ഒരു കാസറ്റ് ഡെക്ക് പോലത്തെ സെറ്റുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇതുപോലത്തെ സെറ്റുകൾ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തെടുക്കാൻ, അസംബ്ലി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാസറ്റ് ഡെക്കുകൾ മാത്രമല്ല സാധാ ആംപ്ലിഫയറുകളും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ തന്നെയാണ്, കാസറ്റ് ഡെക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.